ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മോമോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ചമ്മന്തിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് 3 തക്കാളി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, സോയാ സോസ്, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത്, പിന്നെ നമുക്ക് വറ്റൽ മുളക് ഒരു 4-5 എണ്ണം ഇതേപോലെ വെള്ളത്തിൽ കുതിർത്തത്. ടൊമാറ്റോ സോസ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ ഇഷ്ടമാണ്, ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഇതേപോലെ ചെറുതായി ഒന്ന് വരഞ്ഞെടുക്കണം. ഇതേപോലെ ചെയ്യുന്നത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഉണ്ടാവാൻ വെച്ചു, അതിലേക്ക് ഉപ്പിട്ടു. ഇനി നമ്മുടെ തക്കാളിയും വറ്റൽ മുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ബ്രൗൺ നിറമാവുന്നിടം വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അത് ചെറിയൊരു ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമ്മുടെ തക്കാളി പേസ്റ്റ് ഒഴിക്കാം. ഇനി നമുക്ക് വറ്റൽ മുളക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സോയാ സോസ്. ഇനി മധുരമൊക്കെ ഇഷ്ടമാണ് എന്നുള്ളവർക്ക് ടൊമാറ്റോ സോസും ചേർക്കാം. ഇനി നമുക്ക് ഇതുപോലെ പാത്രത്തിലെടുത്തൊന്ന് ആറാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻ്റായിട്ടിടണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.